ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയൊരു സംഘം VIP ഇന്ന് പോലീസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് തൊട്ടടുത്ത് തന്നെയുള്ള പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ 2ാം ക്ലാസ് കുട്ടികൾ അവരുടെ പഠനയാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് പോലീസ് സ്റ്റേഷൻ കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ. പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള സംഗതികളും എല്ലാം അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എത്ര ക്ലാസ്സിലാണ്? രണ്ടല്ലേ? എല്ലാവരും 2ാം ക്ലാസ്സാണോ? നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ യാത്രയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനായി എത്തിയിട്ടുള്ളതാണ്. ഇവിടെ നിലവിലുള്ള ഉണ്ണി സാറിനെയും ബിജോയ് സാറിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റ് ഓഫീസേഴ്സിനെയും എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവുക അറിയോ? കേട്ടില്ല? അറിയൂ? അറിയില്ലെങ്കിൽ നമ്മൾക്കിന്ന് കാണാം അല്ലേ? ലോക്കപ്പ് ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ എന്താണ്, ആരെയാ കൊണ്ടുവരിക? പോലീസ് സ്റ്റേഷനിൽ കള്ളന്മാരെ കൊണ്ടുവരും അല്ലേ? കള്ളന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാ ഇരിക്കുക? അവിടെ ലോക്കപ്പ് ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്താ ഉണ്ടാവുക? കള്ളന്മാരെയൊക്കെ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് സഹായിക്കാനായിട്ട് എന്തുണ്ടാവും? തോക്കുണ്ടാവും, ലത്തി ഉണ്ടാവും, പിന്നെയോ യൂണിഫോം ഇട്ട പോലീസുകാരുണ്ടാവും. അതൊക്കെ കാണാം അല്ലേ? ഓക്കെ, എല്ലാം കണ്ട് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ മനസ്സിലാക്കിയെടുക്കണം അല്ലേ നമ്മള്? ഓക്കെ. അപ്പോൾ ഈ പഠനയാത്രയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സ്കൂളിലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പഠനയാത്ര ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. CI സാറ് നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ഇവിടെ എത്തിച്ചേർന്ന അൻസാർ സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് സ്റ്റേഷനെ കുറിച്ചിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കാം, സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാം. നമുക്ക് ബാച്ചായിട്ട് ഈ കുട്ടികളെ സ്റ്റേഷൻ്റെ അകത്തുള്ള ഓരോ പ്രവർത്തനവും കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മളെ ഹാർദമായി സ്വീകരിച്ച എല്ലാ പോലീസ് ഓഫീസേഴ്സിനും, പ്രത്യേകിച്ച് കരീം സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങൾക്കിതൊരു നല്ല അനുഭവമാണ്. ഞങ്ങളുടെ മക്കൾക്ക് മധുരം തന്ന് സ്വീകരിച്ച ഈ പോലീസ് സ്റ്റേഷനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ കേസ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ. സ്റ്റേഷൻ്റെ മുകളിൽ കയറുന്ന മുകളിൽ നിന്നുള്ള താഴേക്കുള്ള നല്ലൊരു ആംഗിളിൽ ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. അതിന് ഫോട്ടോഗ്രാഫർ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ പിള്ളേരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. അവിടുത്തെ റെസ്പോൺസ് അടിപൊളിയാണ്. അത് മിസ്സാക്കേണ്ട കണ്ടോളൂ കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിലും അവിടെ ഒന്നിച്ചുള്ള പറഞ്ഞുകൊണ്ടുള്ള ആർപ്പുളി അടിപൊളി ഒരു സംഗതിയായിട്ട് മാറി കേട്ടോ. അതുകൊണ്ട് അവരെ കൊണ്ട് ഒന്നും കൂടി ചെയ്യിക്കണേ. സരി
ഇവരെങ്ങനെ നോക്കും ഇതിലെ വാ ഒരു റോത്തിലെ വാ ഒരു റോ ഇതിലെ വേണം ഉണ്ണി വാ 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 ഉണ്ണി വാ 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 മതി ആ ചെയറിന് ബാക്കിലുള്ളവരോട് നിൽക്കാൻ പറ ചെയറിന് ബാക്കിലുള്ളവരോട് അവിടെ നിൽക്കാൻ പറ ഇവിടെയാണ് പാറാവ് ഇവിടെ മീഡിയ എന്ന് പറയുന്ന ആളുണ്ട് സ്റ്റേഷന്റെ അന്നത്തെ ചാർജ് കൊടുക്കുന്ന ആള് ഇരിക്കുന്ന ടേബിളാണിത്. ഇത് പാറാവുകാരന് ഇരിക്കുന്ന ടേബിളാണ്. ഇതാണ് പ്രതികളെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത് കേട്ടോ. കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേഷന്റെ ഹെഡ് SHO എന്ന് പറയുന്നത്. SHO കേട്ടോ അദ്ദേഹം ഇരിക്കുന്ന എല്ലാവരും കൂടെ വന്ന് ഇവിടെ ലോക്കപ്പ് ജയിലിൽ നിന്നല്ല പറയാം ലോക്കപ്പ് കുറച്ച് ദിവസമേ വെക്കുള്ളൂ ഇവിടെ ലോക്കപ്പ് ജയിലിൽ എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇടും ഇത് ഒരു ദിവസമൊക്കെ ഇടുള്ളൂ ലോക്കപ്പ് കുട്ടികളെ ഇടാൻ പാടില്ല കുട്ടികളെ കൈവിലങ്ങ് കയ്യാമെന്നൊക്കെ പറയും ഹാൻഡ് കഫ് ഇംഗ്ലീഷിൽ കൈവിലങ്ങ് ചാവിയാണ് ഇതിലെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അതുപോലെ തുറക്കും ചെയ്യാം. ഇങ്ങനെയൊക്കെ ലോക്കഡായി. ഓക്കെ ഇത് രണ്ട് കൈയായിട്ട് ഇടും ഓടാണ്ടിരിക്കാൻ. ഇത്രയാണോ ഇതൊരു അൺലോക്ക് ചെയ്യാനുള്ള ചാവി മനസ്സിലായോ? ഇതിപ്പോ ലോക്കഡല്ലേ ഇതിന് അൺലോക്ക് ചെയ്യാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഉണ്ടോ അൺലോക്കായി. ഓക്കെ ജയിലിൽ കുട്ടികളെ ഇടാൻ പാടില്ല. ഹൈറ്റ് പിടിക്കാം. നിങ്ങൾ വാ കഴിച്ച യന്ത്രത്തോക്ക് കേട്ടാ യന്ത്രത്തോക്ക് തോക്കണ്ടല്ലേ ആ ഇതിങ്ങനെ ഒരു ആയുധം കൂടെ ഉണ്ട് കേട്ടാ. ഇത് ഒരുപാട് ബുള്ളറ്റ് ഒരുമിച്ച് വിടാൻ പറ്റുന്നതും ഇത് സിംഗിൾ ബുള്ളറ്റും
പിന്നെ അതുപോലെ പിസ്റ്റളും ഉണ്ട്. പിസ്റ്റള്, ഇത് പിസ്റ്റൾ കേട്ടോ. ഇത് പിസ്റ്റൾ. ആ ഇത് ഇൻസാസ് കേട്ടോ. അതിൻ്റെ ഇതാണ് അതിൻ്റെ ഉണ്ടാ കേട്ടോ. ബുള്ളറ്റ് കണ്ടില്ലേ കേട്ടോ. ഇതാണ് ബുള്ളറ്റ് കേട്ടോ. ഇതാണ് നമ്മൾ വെക്കുമ്പോൾ കേട്ടോ. ഇത് കണ്ടില്ല, ഇത് കയറൂല ബുള്ളറ്റ് എന്ന് പറയുന്നത്. കേട്ടോ. ഓഫീസർമാരൊക്കെ ഉപയോഗിക്കുന്ന തോക്കാണ്, ചെറിയ തോക്കാണ്. നമുക്ക് കയ്യിൽ എപ്പോഴും ഉപയോഗിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന സിംഗിൾ ബുള്ളറ്റ് കേട്ടോ. ഒരു ടൈമിൽ ഒരു ബുള്ളറ്റ് പോകും. ആ ഒറ്റ ബുള്ളറ്റ് പോകും. അതിനകത്ത് ലോഡ് ചെയ്യാം. പിന്നെ 13 ബുള്ളറ്റോളം ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സിംഗിളായിട്ട് നമുക്ക് നോക്കി ചെയ്ത് ഇത് ചെയ്യാം. ഇത് ഓഫീസർമാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് പോലീസുകാർ ഉപയോഗിക്കുന്ന 303 എന്ന് പറയുന്ന റൈഫിളാണ്. അത് സിംഗിൾ ബുള്ളറ്റേ പോകുള്ളൂ. അത് ഇതുപോലെ ഈ ചേമ്പറിനകത്ത് 12 ബുള്ളറ്റ് വരെ നിറക്കാം. പക്ഷെ സിംഗിളായിട്ട് മാത്രമേ ഫോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 100 വർഷം പറയും. ഇത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമാണ്. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരു ട്രിഗർ ഓർത്തി കഴിഞ്ഞാൽ 3-4 ബുള്ളറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആ സാധനം. കടകടകടയെന്ന് അടിക്കുന്ന സിനിമകളൊക്കെ കാണത്തില്ലേ, ആ കടകടകട സാധനമാണ്. ഓക്കെ, ആ ഗെയിമിലാണ്, അത് ഗെയിമാണ്. നമുക്കൊക്കെ ഇടക്കിടക്ക് പ്രാക്ടീസ് തരും. നമ്മളെ കൊണ്ടുപോയി അതിന് ബട്ടൺ ഫയറിംഗ് പ്രാക്ടീസ് കൊടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനില്ലേ? വെറുതെ പൊട്ടിക്കാനുള്ള സ്ഥലം. ഓക്കെ, അപ്പൊ കുറെ പേര് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചാലിശ്ശേരി പോലീസിന്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, ബൈ. എന്തായാലും അൻസാർ സ്കൂളിൽ നമ്മുടെ ചാലിശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചാലിശ്ശേരി പോലീസിന്റെ അകമായിട്ട് നന്ദി കടപ്പാട് അറിയിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാക്സിമം നമുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് ബാക്കി കഴിവിന്റെ പരമാവധി മാക്സിമം സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നല്ല സഹായം ഉണ്ടാവും. കുട്ടികൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ, അവർ കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്കൂളിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ വിസിറ്റ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇത്രയും നിങ്ങൾ എലാബറേറ്റ് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അത്രയും എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അതിന് ഞങ്ങൾ അൻസാർ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മക്കൾ അവർക്ക് അക്കാഡമിക്കലി ആണെങ്കിലും അവരിപ്പോൾ യൂണിഫോം അതിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലാണ്. പിന്നെ അവർ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് മാത്രം ആണ് എന്നുള്ളൊരു തോട്ടാണ് മക്കൾക്കുള്ളത്. ശരിക്കും അത് കള്ളന്മാർക്ക് മാത്രമല്ല, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് റിയൽ പോലീസുകാരെന്ന് പറയുന്നത്. അവർ 24 മണിക്കൂറും നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. എവിടെയെങ്കിലും തെറ്റുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ അറിയിക്കുക, നേരായ മാർഗത്തിൽ ജീവിക്കുക. അതിനു വേണ്ടിയുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ പോലീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.